ജനുവരി മാസം 11-ാം തീയതി മുതൽക്ക് 17-ാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ നിരൂപണം ചെയ്യുകയാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ആഴ്ചയുടെ ആദ്യ ഭാഗത്ത് കുറച്ച് മന്ദഗതിയിലായിരിക്കും അവരുടെ പ്രവർത്തനമൊക്കെ. 14-ന് ശേഷം 7-ാം സ്ഥാനത്ത് ഈ 4 ഗ്രഹങ്ങളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ചില വ്യത്യാസങ്ങളും ജോലിയിലും അല്ലെങ്കിൽ ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകാം. പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന ജോലികൾ അഥവാ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, ഇതിലൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വരുമാനം ഒരു ശരാശരിയിൽ നിൽക്കും. ഈ കാലത്ത് അവർ പ്രത്യേകിച്ച് കടം കൊടുക്കുകയാണെങ്കിൽ അത് ഈ കാലത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് കുറച്ച് അലർജിക് രോഗങ്ങളൊക്കെ വരാവുന്ന സാഹചര്യം ഉണ്ട്. ജലദോഷം മുതലായിട്ടുള്ളവ ശ്രദ്ധിക്കുക. കുടുംബപരമായിട്ടുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലെ ഭാര്യയുമായിട്ടും ദാമ്പത്യപരമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് പരിഹരിക്കപ്പെടാവുന്നതാണ്. കർക്കിടക കൂറുകാർക്ക് തിങ്കളാഴ്ച വ്രതം എടുക്കാവുന്നതാണ്. ശിവക്ഷേത്ര ദർശനം, തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക, അവിടെ കരിക്ക് അഭിഷേകം ചെയ്യുക, ദാനം കൊടുക്കുക, ഇതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പഞ്ചാക്ഷര ജപം നിത്യേന ചെയ്യേണ്ടതാണ്. അതുപോലെ അഥവാ അമ്മയെപ്പോലുള്ള സ്ത്രീകളെ അവർക്ക് ദാന കാര്യങ്ങളൊക്കെ നടത്തി അവരുടെ അനുഗ്രഹം വാങ്ങിക്കേണ്ടതും ആവശ്യമാണ്. ആഴ്ചയുടെ മധ്യത്തിൽ 14-ാം തീയതി, ജനുവരി 14-ാം തീയതി മകരസംക്രമമാണ്. ഒരു ഉത്തരായന കാലം കൂടെ നമുക്കുണ്ടാവുകയാണ്. ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണെന്നാണ്. അതിൽ ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം. ആ ഉത്തരായന കാലം ആകുന്ന 6 മാസത്തിൻ്റെ ആരംഭമാണ് ജനുവരി മാസം 14-ാം തീയതി. ദേവന്മാർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും ഇതേ ദേവന്മാരും ഈ 30 മുക്കോടി ദേവന്മാരുടെ കലകളും നമ്മളിലുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലും ഈ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം. ആ ഉത്തരായന കാലം നമ്മൾ ഈശ്വര ഭജനത്തിനും അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയിരിക്കും. നമുക്കറിയാം, സൂര്യൻ്റെ ശക്തിയും ഈ പറയുന്ന ഉത്തരായന കാലത്തിലാണ് പൂർണ്ണമായിട്ട് നമുക്കുണ്ടാവുന്നത്. ഈ കാലം നമുക്ക് ഈശ്വരഭജനത്തിനായിട്ടും ഒരു നൂതനമായിട്ടുള്ള ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുക്കാം. അതിനു വേണ്ടിയിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.